പുസ്തകത്തൊക്കെ പറഞ്ഞാൽ കടിച്ചാപ്പെട്ട പിണറായി വിജയൻ ആകെ വായിച്ച പുസ്തകം കാൽമാക്സിന്റെ എന്താണ് മൂലധനാണ്. അതിൽ മൂലം മൂപ്പര് വിട്ടു കളഞ്ഞു, ധന മൂപ്പര് വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ധന എവിടെ കണ്ടാലും അടിച്ചു മാറ്റും. സ്വർണ്ണായി കണ്ടാലും അടിച്ചു മാറ്റും, പൈസയായിട്ട് കണ്ടാലും അടിച്ചു മാറ്റും, ധനം അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. ആകെ വായിച്ചതിൽ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടത് ഈ മൂലധനം മാത്രമാണ്. അതിൽ മൂലം വിട്ടു, ധനം മാത്രം. ഇങ്ങനെ ഒരു കാട്ടുകള്ളനെ കേരളം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ നിങ്ങളറിയോ, ഈ നന്ന ഗോവിന്ദം ഭജൻസിനെയാണ് ഇവർ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. വലിയ ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നന്ദഗോവിന്ദം ഭജൻസിന്റെ ഇത് കേൾക്കാം. ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് ഹിന്ദു വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഭജനുകളിൽ ഒന്നാണ്. അവർ നല്ല മനോഹരമായ ഭജൻ. ആ ഭജനിലൊരു ഒരു പാട്ടുണ്ട്, പറയരുതേ രാധ അറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം എന്നാണ്. ഇപ്പൊ സഖാക്കൾ പാടുന്നത് പറയരുതേ കേരളം അറിയരുതേ ഇത് പിണറായി വിജയൻ രഹസ്യം എന്നാണ്. പക്ഷെ നിങ്ങൾ കേട്ടോ, അയ്യപ്പന്റെ കൃപ കൊണ്ട് പിണറായി വിജയന്റെ സകലമാന കള്ളത്തരങ്ങളും ദിവസം ദിവസമായിട്ട് പുറത്തു വരികയാണ്. ഞാൻ നിങ്ങളോട് പറയണത് ജനാധിപത്യത്തിന്റെ ഒരു മര്യാദ വെച്ചിട്ട് ഞാൻ പറയാണ്, രാഷ്ട്രീയങ്ങൾ കഴിയും, ഉറപ്പാണ് പിണറായി വിജയൻ ഇറങ്ങും. നാളെ വേറൊരു ഗവൺമെന്റ് വരിക, പിന്നെ അതിൻ്റെ ഒരു ആവേശത്തിലാവുക, ഈ കട്ടതൊക്കെ മറക്കുക. ഉണ്ടാവില്ലെന്ന ഉറപ്പാണ് വി.ഡി. സതീശൻ മലയാളിക്ക് നൽകിയത്. കട്ടവനെ കൊണ്ട് കക്കിച്ചിട്ടേ അടങ്ങൂ എന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ പ്രയോഗിക്കുക. ആ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കില്ല, നടക്കാൻ പാടില്ല.